നമുക്കിനി മനോഹരമായൊരു സ്ഥലത്തേക്ക് പോയാൽ ഒരു നല്ലൊരു ദൃശ്യമൊക്കെ കണ്ട് നമ്മുടെ മനസ്സൊക്കെ ഒന്ന് സെറ്റാക്കാം. അതായത് പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്. പത്തനംതിട്ട ജില്ലയിൽ വിനോദസഞ്ചാരികളെയും ഈ ഫോട്ടോഷൂട്ടുകാരെയൊക്കെ ഇപ്പം മാടി വിളിക്കുന്ന ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ. അത് ആറന്മുള ഗ്രാമപഞ്ചായത്തിന് കീഴിലെ നീർവിളാകം എന്ന സ്ഥലത്തെ ഒരു റോഡാണ്. കേവലം ഒരു റോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു റോഡല്ലേ അതിനകത്ത് എന്താ എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെ ചെറുതായി കാണരുത്. കാരണം ബാംഗ്ലൂർ റോഡെന്നാണ് ഇപ്പോൾ ആ റോഡിന് തന്നെ വിളിപ്പേര്. അപ്പോൾ നമുക്ക് നേരെ ബാംഗ്ലൂർ റോഡിലേക്ക് പോയാലോ? പോകാം, വിശേഷങ്ങൾ കാണാം. എവിടാടാ അമ്മക്ക് ബാംഗ്ലൂർ വരുന്ന പോയാലോ? ഇപ്പൊ പോയാലോ? ഓക്കെ. ഇറങ്ങി വാ, പോവാ. നീ ഇതെവിടെ പോകണം? ബാംഗ്ലൂർ പോവാ. നിങ്ങളല്ലേ വിളിച്ചേ? ബാംഗ്ലൂരൊക്കെ പക്ഷെ നമ്മളെ വൈകിട്ടിങ് വരും. പിന്നെ 12 ദിവസം എടുക്കത്തില്ല. 1 ദിവസം എടുക്കത്തില്ല, വൈകിട്ടിങ് വരും. അതേത് ബാംഗ്ലൂര്? കാണിച്ചു കണ്ണടി എന്നാടാ നമ്മൾ പോകുന്നതേ പത്തനംതിട്ടയിലെ ബാംഗ്ലൂരിലാട്ടോ. ഇതാണ് ബാംഗ്ലൂർ റോഡ്. നമുക്കിനി പത്തനംതിട്ട ജില്ലയിലെ ബാംഗ്ലൂർ റോഡിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടുവരാം. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വയലേലകൾ, ഒത്ത നടുവിൽ തണൽ മരങ്ങൾ അതിരിടുന്ന പാത, ഇരുവശങ്ങളിലും ഇരിപ്പിടങ്ങൾ, സെൽഫി പോയിന്റ്, വഴിയരികിൽ പുഞ്ചിരിക്കുന്ന പൂച്ചെടികൾ. ബാംഗ്ലൂർ റോഡിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാൻ വേറെന്ത് വേണം? പ്രഭാത സായാഹ്ന യാത്രികരുടെ ഫോട്ടോ റീൽസ് ഷൂട്ടുകാരുടെ ഒക്കെ സ്ഥിരം ലൊക്കേഷനാണ് ബാംഗ്ലൂർ റോഡ്. സ്ഥലം അടിപൊളിയാണ്. ഞാൻ ഇവിടെ കുറേ നാളായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഇവിടെ ഞങ്ങൾ വന്നിരിക്കാറുണ്ട്. അന്ന് ഇത്ര സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഈയിടെ കുറച്ച് നാളായിട്ടാണ് ഇപ്പം ഈ ഇൻസ്റ്റയൊക്കെ വന്ന പിന്നെയാണ് ഇത് ഇത്രയും വൈറലൊക്കെ ആയതിനു ശേഷമാണ് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയത്. അന്നോട്ട് നല്ല രസമാണ്, നല്ല ആംബിയൻസ് ആണ് ഇവിടെ ഇരിക്കാൻ. ഇപ്പോഴാണ് ഒരുപാട് ആൾക്കാർ ദൂരെ നിന്നൊക്കെ അറിഞ്ഞ് ഇവിടെ കേട്ടിട്ടൊക്കെ ഇൻസ്റ്റയിലൊക്കെ വീഡിയോസൊക്കെ കണ്ട ആൾക്കാർ വരാറൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ സ്ഥലം 4 മണി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കാണ്. വൈകുന്നേരമൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ. വൈകുന്നേരങ്ങളിലും അവധി ദിവസങ്ങളിലും ഇവിടെ വലിയ തിരക്കാണ്. പ്രായഭേദമന്യേ ആളുകൾ ബാംഗ്ലൂർ റോഡ് ആസ്വദിക്കാനും സൊറ പറഞ്ഞിരിക്കാനും ഇവിടേക്ക് എത്തുന്നു. ഊഞ്ഞാലാടിയും സെൽഫി എടുത്തും ആകെ മൊത്തം ആഘോഷമാണിവിടെ. സ്ഥലം വളരെ നല്ല സ്ഥലമാണ്. പ്രത്യേകിച്ച് നല്ല ഭംഗിയും കാര്യങ്ങളും ഉണ്ട്. വന്നിരിക്കാനും പിന്നെ റിലാക്സ് ചെയ്യാനും ഒക്കെ നല്ല സ്ഥലമാണ്. അതുപോലെ തന്നെ കൂടുതലും ഫാമിലീസാണ് ഇവിടെ വരുന്നത്. ദൂര സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ വരാറുണ്ട്. വേറെ ശല്യങ്ങളൊന്നുമില്ല. ഈ റീൽസൊക്കെ കണ്ടിട്ടേ വളരെ ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്. ഇവിടെ വന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഫാമിലി ഒത്ത് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. 1 വർഷം മുൻപ് വരെ മാലിന്യങ്ങൾ തള്ളുന്ന ഇടമായിരുന്നു ഇവിടം. നാട്ടുകാരുടെ കൂട്ടായ പരിശ്രമം ഈ സ്ഥലത്തെ ഇങ്ങനെയാക്കി. കൂടെ കട്ടയ്ക്ക് നിന്ന് പഞ്ചായത്തും. 1 വർഷം മുമ്പ് ഇത് ഇങ്ങനെയല്ലായിരുന്നു. വേസ്റ്റൊക്കെ ഇടുന്നൊരു സ്ഥലമായിട്ട് മാറിയിരുന്നു. അത് നാട്ടുകാർ തന്നെ ഏറ്റെടുത്ത് വേസ്റ്റ് മാറ്റി ഇവിടെ ഇത്ര മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തതാണ്. ഇവിടുത്തെ തന്നെ പ്രാദേശികമായ ഒരു കൂട്ടായ്മയാണ് ഈ സ്ഥലം ഇത്തരത്തിലേക്ക് മാറ്റിയത്. ഇപ്പോൾ ഇത് പഞ്ചായത്തിൻ്റെ മാത്രമല്ല ജില്ലയിലെ തന്നെ വൃത്തിയുള്ള പൊതു ഇടമായിട്ട് സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം ഇപ്പോൾ ഞങ്ങൾക്ക് ബാംഗ്ലൂർ റോഡിന് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആളുകൾ വെറുതെ വിളിച്ചു തുടങ്ങിയ പേരാണ് ബാംഗ്ലൂർ റോഡ്. അതിപ്പോൾ സ്ഥിരം വിളിപ്പേരായി. പൂച്ചെടികളും തണൽമരങ്ങളും വിളിക്കുകയാണ് ബാംഗ്ലൂർ റോഡിലെ സായാഹ്ന നേരങ്ങളിലേക്ക്.
അമേരിക്കയിലേക്ക് പോകണമെന്ന് പറഞ്ഞാലും ബാഗും തൂക്കി മുന്നും പിന്നും നോക്കാതെ കൂടെ പുറപ്പെടുന്ന സുഹൃത്തിനും ക്യാമറാമാൻ അഫ്സൽ രാജിനും സാരഥ് ജലീലിനുമൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട.